കാണും. അതിന്റെ ഓഹരി വാങ്ങാനായി ഞാനൊരു ഭൃത്യനെ അയക്കാം. മുന്തിരി ഫലങ്ങളുടെ ഓഹരി ശേഖരിക്കാൻ യജമാനൻ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. ഓഹരി നൽകിയാൽ ഞാൻ അത് എന്റെ യജമാനനെ ഏൽപ്പിക്കാം. ഓഹരിയോ? ഇവിടെ ആർക്കും ഒരു ഓഹരിയുമില്ല. വരൂ, നമുക്കവനെ അടിച്ചോടിക്കാം. യജമാനനെ നോക്കൂ, അവരെന്നെ അടിച്ച് അവശരാക്കി വെറും കൈയോടെ പറഞ്ഞു വിട്ടു. ശരി, നീ പോയി വിശ്രമിക്കൂ. നാം വേറൊരു ഭൃത്യനെ അയക്കാം. ആരാണ് നീ? എന്തിനാണ് ഇവിടെ വന്നത്? എന്നെ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ ഇതിന്റെ ഓഹരി വാങ്ങാൻ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നതാണ്. നിന്റെ യജമാനൻ ഇവിടെ യാതൊരു ഓഹരിയുമില്ല. വേഗം എവിടുന്ന് പോയിക്കൊള്ളുക. ഞാൻ ഇനി എന്താണ് ചെയ്യുക? അവർ എന്നെ ഭൃത്യന്മാരെ ഉപദ്രവിക്കുകയും എന്നെ ഓഹരി നൽകാതെ നിഷേധിക്കുകയും ചെയ്യുന്നു. എങ്കിൽ എന്റെ പ്രിയപുത്രനെ അവരുടെ അടുക്കൽ അയക്കാം. ഭൃത്യന്മാരെ നിഷേധിച്ചതുപോലെ അവരെന്നെ പുത്രനെ നിഷേധിക്കുകയില്ല. പുത്ര, പിതാവേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നീ നമ്മുടെ മുന്തിരിത്തോട്ടത്തിൽ പോയി നമുക്കുള്ള ഓഹരി വാങ്ങി വരിക. എന്റെ പുത്രനായതുകൊണ്ട് അവർ നിന്നെ മാനിക്കും. അങ്ങനെ ആകട്ടെ പിതാവേ. നോക്കൂ, അതാ വീണ്ടും ഒരുവൻ വരുന്നു. നീ ഓഹരി വാങ്ങാമെന്നാണോ? ഞാൻ ഈ കൃഷിത്തോട്ടത്തിന്റെ ഉടമസ്ഥന്റെ പുത്രനാണ്. എന്റെ പിതാവിന്റെ ഓഹരി വാങ്ങാനാണ് പിതാവ് എന്നെ ഇവിടെ അയച്ചിരിക്കുന്നത്. നോക്കൂ, ഇവനാണ് ഇതിന്റെ അവകാശി. നമുക്ക് ഇവനെ കൊന്ന് ദൂരേക്ക് വലിച്ചെറിയാം. ഇനി ഈ മുന്തിരിത്തോട്ടത്തിന് നമ്മൾ തന്നെ അവകാശം. നിങ്ങൾ തന്നെ പറയൂ, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഞാൻ പോയി ആ കൃഷിക്കാരെ നശിപ്പിച്ച് മുന്തിരിത്തോട്ടം വേറെ ആളുകളെ ഏൽപ്പിക്കും. പണിക്കാർ ഉപേക്ഷിച്ച കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ്. നമ്മുടെ ദൃഷ്ടിയിൽ ഇത് അത്ഭുതകരമായിരിക്കുന്നു.